എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പുസ്തകം പ്രൊഫസർ TJ ജോസഫിൻ്റെ ആത്മകഥയായ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ഈ പുസ്തകമാണ്. ഇത് ഞാൻ വായിച്ചത് 8ാം പതിപ്പാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലാവുന്നു അത് 18ാം പതിപ്പ് എത്തിയിട്ടുണ്ട്. DC ബുക്സാണ് ഇപ്പം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ മൂവിങ് ആയിട്ടുള്ള ബുക്കാണ്. ഒരുപാട് ഞാനിപ്പോൾ നാട്ടിൽ പോയി ബുക്ക് സ്റ്റോറുകളിലൊക്കെ പോയപ്പോഴും ഈ പുസ്തകം എല്ലായിടത്തും ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് TJ ജോസഫ്, അത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ കുപ്രസിദ്ധമായ കൈവെട്ട് കേസ്, അതായത് ഒരു നിസ്സാരമായ ഒരു ചോദ്യത്തിൻ്റെ പേരിൽ, ഒരു ചോദ്യപേപ്പറിലൊരു ചോദ്യം, 11ാം നമ്പർ ചോദ്യം, അതായത് ഒരു രണ്ടുപേർ തമ്മിലുള്ള ഒരു ഡയലോഗ് എക്സ്ചേഞ്ചാണ്. അതിൽ കുത്തും കോമയും ക്വസ്റ്റ്യൻ മാർക്കും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനെ പങ്ക്ച്വേറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് വേണ്ടിയിട്ടൊരു ഡയലോഗ് എക്സ്ചേഞ്ച് പുള്ളി എഴുതി. അതിൻ്റെ പേരിൽ സ്വന്തം കൈയും ജീവിതവും ജോലിയും ഭാര്യയും ഒക്കെ കീഴ്മേ മറിഞ്ഞ പ്രൊഫസർ TJ ജോസഫിൻ്റെ ആത്മകഥയാണ് ഈ പുസ്തകം. ആത്മകഥ എന്ന് പറയുമെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ കേവലമായൊരു ചോദ്യം എന്ന പേരിലാണ്. ആ ചോദ്യം ഉണ്ടായ സാഹചര്യത്തിൽ നിന്ന്, ആ ചോദ്യം വിട്ട ആ ദിവസം, അതുമായിട്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അതും അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും പുള്ളി പറയുന്നില്ല. അപ്പം ഈ ചോദ്യം ഉണ്ടായ സാഹചര്യം പുള്ളി ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബികോം പരീക്ഷയ്ക്ക്, മലയാളം പരീക്ഷയ്ക്ക് അതിൽ ചിഹ്നങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണവിരാമം, അർദ്ധവിരാമം, കോമ, ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിരുന്നു. ഇതിന് പുള്ളി എടുത്ത ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, ഡയലോഗ് എക്സ്ചേഞ്ച്, അപ്പോൾ ഒരു PT കുഞ്ഞുമുഹമ്മദിൻ്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന MA മലയാളത്തിൻ്റെ ഒരു റെഫറൻസ് ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു പാസേജ് ഞാൻ വായിക്കാം. അപ്പം ഭ്രാന്തനും ദൈവവും തമ്മിലുള്ള ഒരു ഡയലോഗ് എക്സ്ചേഞ്ചാണ്. ഭ്രാന്തൻ ചോദിക്കുകയാണ്, പടച്ചോനെ ദൈവം എന്താടാ നായിൻ്റെ മോനെ? ഭ്രാന്തൻ, ഒരയല, അത് മുറിച്ചാൽ എത്ര കഷ്ണമാണ്? ദൈവം, 3 കഷ്ണമാണെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായേ? ഈ ഒരു 4 വാക്യം, ഇതാണ് ചോദ്യം. ഇതിലുള്ള കുത്തും കൊമയും പങ്ക്ച്വേഷനൊക്കെ എടുത്ത് മാറ്റിയിട്ട് 11ാം നമ്പർ ചോദ്യമായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ കുത്തും കൊമയൊക്കെ ഇടാൻ പറയുകയാണ്. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങൾ പുള്ളി കറക്റ്റ് ചെയ്തു. പുള്ളി സത്യം പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. അതിനകത്തൊരു എന്താടാ നായിൻ്റെ മോനെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു ഡിഗ്രി പരീക്ഷയുടെ പേപ്പറിൽ ഒരു നായിൻ്റെ മോനെ എന്നൊരു പദപ്രയോഗം വരുമ്പോൾ അതിലുള്ള ഔചിത്യക്കുറവിനെ കുറിച്ചാണ് പുള്ളി ഏറ്റവും അധികം വിഷമിച്ചിട്ടുണ്ടായത്. അത് തന്നെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, ലൈക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ അണലി സന്തതികളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അണലി സന്തതികളെ എന്ന പ്രയോഗം വന്നതും, അതുപോലെ തന്നെ മലബാർ ഭാഗത്തിൽ നായിൻ്റെ മോനെന്ന് വാത്സല്യോത്മകമായും വിളിക്കും എന്ന് പുള്ളി വായിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റിയാണ് പുള്ളി സത്യം പറഞ്ഞാലും ഇതിനെ വിഷമിച്ചത്. പിന്നീട് ആലോചിച്ചത്, ഈ ഒരു പുസ്തകത്തിൽ ദൈവവും ഭ്രാന്തനും ഇതൊരു ഔട്ട് ഓഫ് കണ്ടക്സ്റ്റ് എടുത്ത് പ്ലേസ് ചെയ്ത ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് ആയത് കാരണം പുള്ളിക്ക് ആ ഭ്രാന്തൻ എന്ന പേര്, ഈ ഒറിജിനൽ ഗ്രന്ഥത്തിൽ ഈ ഭ്രാന്തനെ കുറിച്ച് ഒരുപാട് ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ആ ഭ്രാന്തൻ എന്ന പേര്, ഒരു ജനറിക്കായിട്ടുള്ള പേര്, അത് ഒരു ഉചിതമല്ലാതെ പുള്ളിക്ക് തോന്നുകയും അതിനൊരു കോമൺ മനുഷ്യരൂപം കൊടുക്കാനായിട്ട് പുള്ളി ആ ഗ്രന്ഥകാരൻ്റെ പേരായ PT കുഞ്ഞുമുഹമ്മദ്, അതിൻ്റെ ഇനിഷ്യൽ എടുത്ത് കളഞ്ഞിട്ട് ആദ്യം പുള്ളി കുഞ്ഞുമുഹമ്മദ് എന്നിടാം, ദൈവവും കുഞ്ഞുമുഹമ്മദുമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് നടത്താം എന്നാണ് പുള്ളി ആദ്യം വിചാരിച്ചത്, ഡയലോഗ് എക്സ്ചേഞ്ച്. എന്നിട്ട് പുള്ളി എന്തോ ഒരു വശക്കേടിന് വീണ്ടും ഒന്നുകൂടി ചെറുതാക്കി കുഞ്ഞുമുഹമ്മദിലെ കുഞ്ഞിനെ എടുത്ത് കളഞ്ഞ് ദൈവവും മുഹമ്മദും തമ്മിലുള്ള ഒരു ഡയലോഗ് എക്സ്ചേഞ്ചായിട്ട് ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. പുള്ളിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു തീരുമാനമായിരുന്നു അത്. അങ്ങനെ ആ ക്വസ്റ്റ്യൻ ഇടുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോളേജിലെ DTP സെൻറ്ററിൽ പോയിട്ട് അത് ക്വസ്റ്റ്യൻ പേപ്പറായി പ്രിൻ്റ് എടുക്കുമ്പോഴും ആ DTP സെൻറ്ററിലുണ്ടായിരുന്ന ആ സ്ത്രീ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചിരിക്കുന്നത്, അതിൽ നർമ്മം ആലോചിച്ചിട്ട് ചിരിക്കുന്നതും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു നർമ്മവും അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റും ഒക്കെ പുള്ളി സംസാരിക്കുന്നതിനെ പറ്റിയൊക്കെ മനസ്സിൽ കാണുകയൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും പരീക്ഷ നടന്നു, അത് കഴിയുന്നു. 2010
2010 മാർച്ച് മാസത്തിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പുള്ളി ഇടുന്നത്. അത് കഴിഞ്ഞ് വിവാദമാകുന്നു, മാധ്യമം പത്രത്തിൽ ഇത് വരുന്നു, അതിനെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആൾക്കാർ ഏറ്റെടുക്കുന്നു. പുള്ളിയോട് കോളേജിൽ നിന്നും പോലീസുകാരൊക്കെ ഒളിവിൽ പോകാൻ പറയുന്നു. പുള്ളി ഒളിവിൽ പോകുന്നു. പുള്ളിയെ പോലീസുകാരെ കണ്ടെത്താനായിട്ട് പല വിധത്തിൽ ശ്രമിക്കുന്നു. പുള്ളി ലോഡ്ജുകളിലും ഒക്കെ ആയിട്ട് ഒളിവിലൊക്കെ താമസിക്കുകയും അങ്ങനത്തെ അവിടെ നിന്ന് തുടങ്ങിയ പുള്ളിയുടെ ഓട്ടമാണ് ഈ കഥ. ഈ കഥയല്ല, പുള്ളിയുടെ ഓർമ്മകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. മറ്റൊരു വ്യത്യസ്തമായ വായനാനുഭവമാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഇത് വളരെ നല്ല ഭാഷയാണ്. പുള്ളി ഒരു മലയാള അധ്യാപകനായതുകൊണ്ട് തന്നെ ആവാം, വളരെ ലളിതമായ എന്നാൽ സുന്ദരമായ വാക്യങ്ങളോടെ എഴുതിയൊരു, പുള്ളി ഇത്രയും നല്ല ടാലൻ്റ് ഉള്ളൊരു മനുഷ്യനായിട്ട് പുള്ളിക്ക് ഇങ്ങനൊരു മോശം അനുഭവമാണല്ലോ പുള്ളിക്ക് പുസ്തകമാക്കിയിട്ട് വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പുള്ളി ഒരു എഴുത്തുകാരനായിരുന്നെങ്കിൽ ഇത്രയും നന്നായിട്ട് വാക്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്ന, ഇത്രയും നല്ലതായിട്ട് വോക്കബുലറി ഉള്ള ഒരാൾ എന്ത് നന്നായിട്ട് പുസ്തകങ്ങൾ എഴുതിയതിനെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നല്ല ഒരു വായനാനുഭവം തന്നെയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഒറ്റയിരുപ്പി വായിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് മനസ്സിങ്ങനെ ഹെവിയാവും. അത് കാരണം കുറച്ച് നിർത്തി വായിക്കേണ്ടി വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയമെടുത്താണ്, അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിരുന്നില്ല, എന്നിരുന്നാൽ തന്നെയും കുറച്ച് സമയമെടുത്ത് വായിച്ച് തീർന്ന പോലെയാണ്. പിന്നെ ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈറ്റിലുകളാണ്. ഈവൻ ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ അറ്റുപോകാത്ത ഓർമ്മകളെന്നാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു കൈ അറ്റുപോയതാണല്ലോ, അപ്പോൾ ഓർമ്മകൾ അറ്റുപോകാത്തതിനെ പറ്റിയും. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കേവലമായൊരു ചോദ്യം എന്നാണ്. അതുപോലെ തന്നെ പോലീസുകാരുടെ പ്രശ്നങ്ങൾ, സമാധാന പാലകരുടെ വ്യസനങ്ങൾ, 6-ാം തിരുമുറിവ്, അതുപോലെ തന്നെ ദുഃഖവെള്ളിയും കാൽവരി മൂട്ടും. പിന്നെ പുള്ളിയുടെ കൈ വെട്ടുന്ന ഒരു ചാപ്റ്ററിൻ്റെ പേര് പരശുരാമൻ്റെ മഴു എന്നാണ്. മഴു വെച്ചിട്ടാണ് പുള്ളിയുടെ കൈ വെട്ടുന്നത്. അപ്പോൾ ആ മഴു വെച്ചിട്ട് ആ കൈ വെട്ടുന്ന സീനൊക്കെ നമുക്ക് ശരിക്കും, ആ സീൻ മാത്രമല്ല ഏതൊരു സീനാണെങ്കിലും ആ പുള്ളിയോടൊപ്പം സഞ്ചരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അവരെ വണ്ടി തടഞ്ഞു നിർത്തി പുറത്തിറങ്ങി ആദ്യം പുള്ളിയുടെ ഇടത് കൈയാണ് അവർ വെട്ടുന്നത്. വിരലൊക്കെ വെട്ടിപ്പോയി വെട്ടി മാറ്റിയതിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് ഇടത് കൈയാണ് വെട്ടി വന്നത്. പിന്നീട് അവർ വലത് കൈയിലോട്ട് മാറ്റി വലത് കൈ വെട്ടി രണ്ടാക്കുകയാണ് ചെയ്യുന്നത്, കൈപ്പത്തി വെട്ടി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് പുള്ളിയുടെ ബോധം പോകുന്നതും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം നമുക്ക് അവിടെ ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ കണ്ട് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അതെങ്ങനെ സാധിച്ചു എന്നുള്ളൊരു ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. പുള്ളി അത്ര വളരെ വ്യക്തമായിട്ട് ആ സീൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ സീനുകളും. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു, ഏതൊരു സ്കൂളിൽ ഹിജബ് ധരിച്ച് യൂണിഫോം മറയ്ക്കുന്നതിനെ പറ്റി ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആ സ്കൂളിൽ ആ കുട്ടിയുടെ പാരൻസും ഒക്കെ തമ്മിൽ എന്തോ വിവാദമൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു മതത്തിനെ മനുഷ്യരെക്കാളും മനുഷ്യരുടെ സ്നേഹത്തെക്കാളൊക്കെ ഉപരി മതത്തിനെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ പിറകിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് വഴി നമ്മൾ നിന്നിടത്ത് നിൽക്കാനെങ്കിലും നമുക്ക് പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിന് ഒരു സാമൂഹിക പ്രസക്തിയും വളരെയധികം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതത്തിൻ്റെ മാത്രമല്ല, ഈവൻ പോലീസുകാരുടെ പലവിധ ഇടപെടലുകൾ, അതുപോലെ തന്നെ പോലീസുകാരുടെ പല കള്ളക്കളികളും, അവരുടെ ആളെ കണ്ടെത്താനായിട്ടും കുറ്റം സമ്മതിപ്പിക്കാനായിട്ടൊക്കെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കളെന്ന് വിചാരിക്കുന്ന പലരുടെ തനി സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആപൽഘട്ടത്തിൽ അവരെങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത്, അതുപോലെ തന്നെ കോളേജിൻ്റെ സമീപനം, അതുപോലുള്ള അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇതൊരു നല്ലൊരു ലൈഫ് ലെസൺ കൂടെയാണ് പല കാര്യങ്ങളിലും. പിന്നെ എവിടെ മിണ്ടാതിരിക്കണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഉപദേശമല്ല, എന്നിരുന്നാൽ തന്നെയും പുള്ളി ഉപദേശിക്കുകയല്ല, എന്നിരുന്നാൽ തന്നെയും പുള്ളിയുടെ അനുഭവങ്ങളിലൂടെ, ഇത്രയും വലിയൊരു അനുഭവം ഉണ്ടായ ഒരാളുടെ അനുഭവങ്ങളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് എല്ലാ അനുഭവങ്ങളും ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ചറിയാൻ പറ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. പുള്ളിയുടെ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നതും എൻ്റെ സലോമിക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഈ പുള്ളിയുടെ ഭാര്യയാണ്, അവർ 2014 ആത്മഹത്യ ചെയ്തു. കാരണം ഇവരുടെ ജീവിതം ഒരു സാധാരണ ഒരു കോളേജ് അധ്യാപകൻ്റെ
ജീവിതം കീഴ്മേൽ മറിഞ്ഞ് അവർക്ക് വരുമാനമൊക്കെ നിന്നു. അത്രയധികം സ്ട്രെസ്സും കാര്യങ്ങളും ഓട്ടവും കേസും പോലീസും ഒക്കെ ആയിട്ട് കീഴ്മേൽ മറിഞ്ഞ ആ ഒരു വിഷമവും ഡിപ്രഷനൊക്കെ കാരണമായിരിക്കാം ഒരു പക്ഷേ അവർ ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അപ്പോൾ സ്വന്തം ഭാര്യയ്ക്കാണ് അദ്ദേഹം ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു വായനാനുഭവമാണ്. എല്ലാവരും ഒന്ന് വായിച്ചിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് വായിക്കുന്നത് നല്ലൊരു അനുഭവമായിരിക്കും. അത്രേ ഉള്ളൂ. താങ്ക് യു.